ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലനായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, നമുക്ക് കുക്കറിൽ പോലും ചെയ്തെടുക്കാൻ പറ്റും ഇത്. അപ്പൊ നമ്മൾ ഇത് റവ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ വേണം. വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അത് നമ്മൾ മിക്സിയുടെ കുഞ്ഞു ജാറിൽ ചേർത്തിട്ട് നല്ല പോലെ പൗഡർ ആക്കി എടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് നമുക്ക് പൊടിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തായാലും വേണ്ട. അത് മാറ്റിയതിന് ശേഷം നമ്മളിത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നനവൊന്നും ഇല്ലാത്ത ബൗൾ എടുക്കണം. അതിൽ അര കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. തൈരിന് പകരം 2 മുട്ട വേണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പഞ്ചസാരയും തൈരും ഒക്കെ കൂടി നന്നായിട്ട് ഒരു ക്രീമി പരുവം ആവണം. അപ്പൊ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് 1 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ആയിക്കോളും. അപ്പൊ അതേ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പൊടിച്ച പഞ്ചസാരയല്ല ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂണോ വിസ്കോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് വെച്ച് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ കേക്ക് ബാറ്റർ പോലെയല്ല, കുറച്ചും കൂടെ സിമ്പിൾ ആണ് ഇത് ചെയ്യാൻ. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് മൈദയാണ്. അപ്പൊ അത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മൈദ എടുക്കാത്തവര് ഗോതമ്പ് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്താണ് കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കേണ്ടത്. ഞാൻ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ അത് ഞാൻ എന്തായാലും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് പാല് ചേർത്തിട്ട് ഒന്ന് ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും, ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പൊ ഏകദേശം ഞാൻ ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാൽ അഥവാ നിങ്ങൾക്ക് 1/4 കപ്പ് ചേർത്തിട്ടും ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇത്രയും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഏറ്റവും അവസാനമാണ് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വേണം ചേർക്കാൻ കേട്ടോ, ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒരുപാട് ലൂസായിട്ടല്ല നമുക്ക് ഇതിന്റെ ബാറ്റർ വേണ്ടത്, ഈ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിതേ ഒരു കേക്ക് ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് കുക്കറോ സോസ് പാനോ എന്ത് വേണേലും എടുക്കാം. അത് ഇതുപോലെ തന്നെ നന്നായിട്ട് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ മൈദ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി എല്ലാവരുടെയും. അപ്പത്തേ ഞാൻ എല്ലാവരുടെയും ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ വേണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ വേവാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പൊ നന്നായിട്ട് ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം, പകരം നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്രം, ഒരു 10 മിനിറ്റ് ദേ. അപ്പൊ അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ കുക്കറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിന്റെ മേലെ കുക്കർ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പൊ ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു 35-40 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഒരു ഫോർക്കോ കത്തിയോ എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കിയാലും മതി. അപ്പൊ ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് എളുപ്പത്തിൽ തട്ടിയെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയണതാണ്, കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ചെയ്യരുത്. അപ്പൊ അതേ നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുട്ടീസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക, കാരണം റവയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പൊ മൈദ ഒരുപാട് കഴിക്കുന്നുള്ള ഫീലും ഇല്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.